ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 6-ാം ഞായർ ദിവ്യബലി മധ്യേ വായിക്കുന്ന വചനഭാഗം മർക്കോസ് 1-ാം അധ്യായം 40 മുതൽ 45 വരെ വാക്യങ്ങൾ. ഈ വചനഭാഗത്തെ സംബന്ധിക്കുന്ന ഒരു ലഘു വ്യാഖ്യാനം നൽകുകയാണ്. ഗലീലിയിലെ ശുശ്രൂഷ മധ്യേ ഒരു കുഷ്ഠരോഗി യേശുവിനെ സമീപിക്കുകയാണ്. കുഷ്ഠം, ലെപ്രസി എന്ന വാക്ക് ഹെബ്രായ സംസ്കാരത്തിൽ ഏതാനും ത്വക്ക് രോഗങ്ങളിൽ ഒന്നാണ്. സാറ ആത്ത് എന്ന നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ രോഗം പലതരം ത്വക്ക് രോഗം ഉൾപ്പെടുന്ന ഒരവസ്ഥാവിശേഷമാണ്. ഈ രോഗം ബാധിച്ചയാളുടെ സാന്നിധ്യവും ആ രോഗിയെ സ്പർശിക്കുന്നതും മറ്റുള്ളവരുടെ ആചാരാനുഷ്ഠാനങ്ങളെ അശുദ്ധമാക്കിയിരുന്നു. ആയതിനാൽ പ്രാചീന പാലസ്തീനായിൽ കുഷ്ഠരോഗബാധിതർ അവരുടെ ജീവിത അവസ്ഥയെ സമൂഹ മധ്യത്തിൽ കീറിയ വസ്ത്രം ധരിച്ചുകൊണ്ടും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടും ജീവിച്ചിരുന്നു. ഇക്കൂട്ടർ സമൂഹത്തിൽ ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ടവരായിരുന്നു. ആയതിനാൽ കുഷ്ഠരോഗി രോഗബാധിതൻ മാത്രമല്ല, സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടവൻ കൂടിയായിരുന്നു. അക്കാലത്ത് പുരോഹിതരാണ് രോഗത്തിൻ്റെ വ്യാപ്തിയും സ്വഭാവവും സുഖപ്രാപ്തിയുമൊക്കെ നിശ്ചയിച്ചിരുന്നത്. പുരോഹിതൻ തൻ്റെ സാക്ഷ്യപ്പെടുത്തലിലൂടെ മാത്രമേ കുഷ്ഠരോഗിക്ക് രോഗം ഭേദമായതിനു ശേഷവും സാമൂഹിക ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ യഹൂദ നിയമപ്രകാരം സാമൂഹികമായും ആചാരപരമായും കുഷ്ഠരോഗി അശുദ്ധനാണ്, ബഹിഷ്കൃതനാണ്. യേശുവും രോഗിയുമായുള്ള കൂടിക്കാഴ്ച യേശു വ്യക്തിത്വത്തിൽ അടങ്ങിയിരിക്കുന്ന വൈകാരികത പ്രകടമാക്കുന്നു. കുഷ്ഠരോഗിയെ കാണുമ്പോൾ യേശുവിൻ്റെ മുഖം കരുണാർദ്രമാവുകയാണ്. യേശുവിൻ്റെ കരുണയുടെ മുഖമാണ് കുഷ്ഠരോഗി ദർശിക്കുന്നത്. യേശുവിൽ പ്രകടമാകുന്ന ഈ വൈകാരികതയെ ചില കൈയെഴുത്ത് പ്രതികളിൽ കോപത്തോടെ എന്ന് പ്രതിപാദിക്കുന്നുമുണ്ട്. യേശുവിൽ പ്രകടമാകുന്ന വൈകാരികത ഇവയിൽ ഏത് തന്നെ ആയാലും അവയ്ക്ക് കുഷ്ഠരോഗിയുടെ പശ്ചാത്തലവുമായി യോജിപ്പുണ്ട്. ഒന്ന്, രോഗിയുടെ ജീവിത അവസ്ഥയോടുള്ള യേശുവിൻ്റെ ആർദ്രത, കരുണ. സമൂഹത്തിൽ മാന്യമായ ജീവിതം നയിക്കുവാൻ കഴിയാത്ത കുഷ്ഠരോഗിയുടെ അവസ്ഥയെ യേശു കരുണയോടെ നോക്കുന്നു. രണ്ട്, മതവും സമൂഹവും ചേർന്ന് കുഷ്ഠരോഗിയെ കൊണ്ടെത്തിക്കുന്ന ദുരവസ്ഥയോടുള്ള യേശുവിൻ്റെ പ്രതികരണം, കോപം. യഹൂദ നിയമവും മത ആചാരങ്ങളും സമൂഹ സംവിധാനങ്ങളും ഒരു കുഷ്ഠരോഗിയിൽ ആരോപിക്കുന്ന തൊട്ടുകൂടായ്മയ്ക്കെതിരെ യേശു കോപിക്കുന്നു. കുഷ്ഠരോഗിയോടുള്ള കരുണ സാമൂഹിക വിലക്കുകൾക്ക് അതീതമായി അവനെ സ്പർശിക്കുവാൻ യേശുവിനെ ഇടയാക്കുന്നു. ഇതിലൂടെ അവൻ സൗഖ്യം പ്രാപിക്കുന്നു, ശുദ്ധനാകുന്നു. സാമൂഹിക വിലക്കുകളെ വെല്ലുവിളിച്ച് സഞ്ചരിക്കുന്ന യേശു ശുദ്ധി കൈവരിച്ച മനുഷ്യനെ പുരോഹിത മധ്യത്തിലേക്ക് പറഞ്ഞയക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെടുന്നവൻ സമൂഹത്തിന്റെ അവിഭാജ്യ ഘടകമാകുവാനും സാമൂഹിക സംവിധാനങ്ങൾക്ക് വിധേയനാകുവാനുമാണ് പുരോഹിത മധ്യത്തിലേക്ക് നയിക്കപ്പെടുന്നതിലൂടെ പ്രകടമാകുന്നത്. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന അഥവാ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയിൽ വ്യത്യസ്തമായ 2 കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഒന്ന്, യേശു കൽപ്പിച്ചതിന് വിപരീതമായി സുഖം പ്രാപിച്ച ആൾ പ്രവർത്തിക്കുന്നു. സുഖപ്രാപ്തിയെ സംബന്ധിച്ചുള്ള വിവരം മറ്റുള്ളവരെ അവൻ അറിയിക്കുന്നു. 2, തൻ്റെ ശുദ്ധിയെ ബോധ്യപ്പെടുത്താൻ
പുരോഹിതന്റെ അടുത്തേക്ക് അവൻ പോകുന്നതായി മർക്കോസ് രേഖപ്പെടുത്തുന്നുമില്ല. ഈ രണ്ട് വ്യത്യസ്തതകളും മർക്കോസിന്റെ ആദ്യ ശ്രോതാക്കളുടെ പശ്ചാത്തലത്തിലെ ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയും. മർക്കോസ് വിജാതീയ ക്രൈസ്തവ സമൂഹത്തിനു വേണ്ടിയാണ് സുവിശേഷം എഴുതിയത്. വിജാതീയ പശ്ചാത്തലത്തിൽ ഗുണബോധാക്കൾ തങ്ങളുടെ അഭ്യുതകാംക്ഷികളെ പ്രകീർത്തിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. അവരുടെ പ്രവർത്തികളെ മറച്ചുവെക്കുന്നത് സാമൂഹിക കുറ്റമായിരുന്നു. അതിനാലാവണം സുവിശേഷകൻ രോഗശാന്തി നേടിയ മനുഷ്യൻ ഗുണഭോക്താവ് തന്നെ സുഖപ്പെടുത്തിയവരെ അല്ലെങ്കിൽ അഭ്യുതകാംക്ഷിയെ ജനമധ്യേ ഉയർത്തിക്കാട്ടിയെന്ന് രേഖപ്പെടുത്തുന്നത്. യഹൂദരല്ലാത്ത ക്രൈസ്തവർക്ക് വേണ്ടി സുവിശേഷം രചിച്ച മർക്കോസ് സുഖം പ്രാപിച്ച മനുഷ്യൻ താൻ കൈവരിച്ച ശുദ്ധി പുരോഹിത സമക്ഷം സാക്ഷ്യപ്പെടുത്തുന്ന ഭാഗം ഉൾച്ചേർക്കാത്തതിന്റെ കാരണം യഹൂദ പാരമ്പര്യം പാലിക്കേണ്ട ആവശ്യമില്ലാത്തവരാണ് വിജാതീയ ക്രൈസ്തവരെന്ന് പ്രസ്താവിക്കാൻ വേണ്ടിയാണ്. യേശു പ്രവർത്തിച്ച നന്മകൾ പ്രഘോഷിക്കുന്നതിൽ മറ്റൊന്നും തടസ്സമാകരുതെന്ന് ആദ്യ വായനക്കാരെ മർക്കോസ് ഓർമ്മപ്പെടുത്തി. പ്രിയമുള്ളവരെ, കുഷ്ഠരോഗി ഉൾപ്പെടെ എല്ലാവരെയും, പ്രത്യേകിച്ച് സമൂഹ ഭ്രഷ്ടരെയും ആശ്ലേഷിക്കുന്നതാണ് ദൈവരാജ്യം. അത് എല്ലാവിധ വേലിക്കെട്ടുകളെയും തകർക്കുകയും സകലർക്കും സൗഖ്യം നൽകുകയും ചെയ്യുന്നു. കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ ഈ സംഭവം അങ്ങനെ ദൈവരാജ്യത്തിന്റെ ഒരു വലിയ അടയാളമായി തീരുന്നു. സാമൂഹികമായ വേലിക്കെട്ടുകളെയും വിഭാഗീയതയുടെ കൺമതിലുകളെയും തകർക്കുന്നവർ ദൈവരാജ്യം പ്രഘോഷിക്കുന്നവരാണ്. സൗഹാർദ്ദതയും സ്നേഹവും ഒരുമയും ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നവൻ യേശുവിന്റെ മാർഗവും ദൗത്യവും പിന്തുടരുന്നു. ഭാരതീയരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദേശീയോദ്ഗ്രഥനം ഒരു അടിയന്തര ദൗത്യമാണ്. യേശുവിനെയും അവിടുത്തെ സന്ദേശത്തെയും സ്വീകരിക്കുന്നത് വഴി നമ്മിൽ സംജാതമാകുന്ന രാജ്യത്തിന്റെ ദൗത്യ നിർവഹണം ആണിത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.